അമേരിക്കയിലുള്ള ടെക്സാസിലെ കോൾമാനിൽ വെന്തു പൊരിയുന്ന ഒരു നട്ടുച്ച. അച്ഛനെയും അമ്മയെയും കാണാനെത്തിയ മകനും മരുമകളും സ്വസ്ഥമായിട്ട് ഡോമിനോസ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനായി 80 കിലോമീറ്റർ ദൂരെയുള്ള ആബിലീൻ എന്ന പട്ടണത്തിൽ പോകാം എന്ന ആശയം പങ്കുവെക്കുന്നു. പെട്ടെന്ന് തന്നെ മരുമകൾ ആശയത്തോട് യോജിക്കുകയും അച്ഛനെ പ്രശംസിക്കുകയും ചെയ്യുന്നു. മകനാകട്ടെ നട്ടുച്ച നേരത്ത് കൊടും ചൂടത്ത് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിൽ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി പോകാമെന്ന് പറഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞാൻ അവിടെ ഈ അടുത്തൊന്നും പോയിട്ടില്ല, കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നു എന്നും പറഞ്ഞ് അമ്മ ഡ്രസ്സ് മാറി റെഡിയാകാൻ പോകുന്നു. പൊടി നിറഞ്ഞ റോഡിലൂടെ പൊരിവെയിലത്ത് 80 കിലോമീറ്റർ യാത്ര ചെയ്ത് വിയർത്തൊലിച്ച് വിശന്നവശരായി അവർ റെസ്റ്റോറൻറ്റിൽ എത്തുന്നു. അവരുടെ കഷ്ടകാലത്തിന് അന്ന് അവർക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടിയതുമില്ല. വീട്ടിൽ നിന്നിറങ്ങിയതിൽ പിന്നെ അതികഠിനമായ 4 മണിക്കൂറുകൾക്ക് ശേഷം വലഞ്ഞ് അവശരായി അവർ വീട്ടിൽ തിരിച്ചെത്തുന്നു. ആരും മിണ്ടുന്നില്ല. കംപ്ലീറ്റ് സൈലൻസ്. മൂക നിശബ്ദത ഇല്ലാതാക്കാൻ ഒരാൾ വെറുതെ ട്രിപ്പ് അടിപൊളിയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് സഹിക്കവയ്യാതെ അമ്മയുടെ വായിൽ നിന്നും അറിയാതെ സത്യം വന്നുപോയി. വീട്ടിലിരുന്നാൽ മതിയായിരുന്നു, നിങ്ങൾക്ക് വിഷമമാകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നതെന്ന്. ഇത് കേട്ട മകൻ സത്യം വെളിപ്പെടുത്തുന്നു. ഈ നട്ടപ്പറ വെയിലത്ത് പൊടി നിറഞ്ഞ റോഡിൽ വെറുതെ 80 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ തനിക്ക് പ്രാന്തൊന്നുമില്ലെന്നും അറിയിക്കുന്നു. തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും വളരെ നാളുകൾക്ക് ശേഷം കണ്ട അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകുമല്ലോ എന്ന് കരുതിയാണ് താൻ റെഡിയായതെന്ന് മരുമകളും തുറന്നു പറയുന്നു. നിങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും ഞാൻ ആബിലീനിൽ പോകാമെന്ന് പറഞ്ഞതെന്ന് അച്ഛനും പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ 4 പേരും തങ്ങൾ എന്തിനാണ് ആർക്കും താല്പര്യമില്ലാഞ്ഞിട്ടും ആബിലീനിലേക്ക് കുറ്റിയും പറിച്ച് പോയത് എന്ന ആലോചനയിൽ മുഴുകിയിരുന്നു. ജെറി ബി ഹാർവിയുടെ 1974 പ്രസിദ്ധീകരിച്ച ദ ആബിലീൻ പാരഡോക്സ് ദ മാനേജ്മെന്റ് ഓഫ് അഗ്രിമെന്റ് എന്ന ലേഖനത്തിൽ നിന്നെടുത്തതാണ് ഈ കഥ. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കാനിടയുള്ള ഒരു സന്ദർഭമാണിത്, അല്ലേ? ഇങ്ങനത്തെ രസകരമായ സംഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ആബിലീൻ പാരഡോക്സ് എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ഈ കോൺസെപ്റ്റ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ്. നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പുകൾക്കുള്ള ശക്തി വളരെ വലുതാണ്. ഗ്രൂപ്പിലെ രസം കൊല്ലിയാകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, തന്നെപ്പോലെ വേറിട്ട കാഴ്ചപ്പാട് ഗ്രൂപ്പിലെ മറ്റുള്ളവർക്കും ഉണ്ടോ എന്ന് വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഗ്രൂപ്പായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്താം. മറിച്ച് നിങ്ങളൊരു നേതാവാണെങ്കിൽ ഗ്രൂപ്പിലെ എല്ലാവർക്കും സ്വന്തം അഭിപ്രായങ്ങൾ ഭയമില്ലാതെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആബിലീൻ പാരഡോക്സിനെ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കാനാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.